വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മളൊരു റിവിഷൻ സീരീസ് ആരംഭിക്കുകയാണ്. ഇതുവരെയുള്ള പരീക്ഷകൾക്ക് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ അതുമാത്രമാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു എന്നത് കരുതി പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ആവർത്തിച്ച് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചാപ്റ്ററായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ രാഷ്ട്ര രൂപീകരണത്തിലെ വെല്ലുവിളികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിലാദ്യമായിട്ട് വരുന്നത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നതാണ്. അതായത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇറ്റ് വാസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ജവഹർലാൽ നെഹ്റു അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് അറ്റ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗമാണ്, വിശ്വവിഖ്യാതമായിട്ടുള്ള പ്രസംഗമാണ് ഈ പറയുന്ന ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. പിന്നീട് അതിൽ വരുന്നതാണ് 3 challenges that ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ്ഡ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതായത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ എന്തെല്ലാം എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ അതിന് വിവിധ മാർക്കുകൾക്ക് അത് ചോദിക്കാറുണ്ട്. ആ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ ഉത്തരങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ടു ബിൽഡ് ദ നേഷൻ എന്നുള്ളതാണ്. അതായത് രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രമേ നമ്മളിതിൽ പറയത്തുള്ളൂ, എക്സ്പ്ലനേഷനുകളൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മാർക്കിനനുസരിച്ച് ഞങ്ങൾ ഉത്തരം എഴുതണമെന്ന്. ഒന്നാമത്തെ ചലഞ്ച് ടു ബിൽഡ് ദ നേഷൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതാണ്, രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ടു എൻഷുർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും നടപ്പിലാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ചലഞ്ച്. അപ്പോൾ ഇത് മൂന്നുമാണ് 3 challenges എന്ന് പറയുന്നത്. ഇനി അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, പ്രോസസ് ഓഫ് പാർട്ടീഷൻ ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. അതായത് ഇന്ത്യയുടെ വിഭജനം, അതിൻ്റെ പ്രക്രിയയും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഈ രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് പറയുകയാണ്. അത് 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ് പ്രോസസ് ഓഫ് പാർട്ടീഷൻ അല്ലെങ്കിൽ വിഭജന പ്രക്രിയ, അതോടൊപ്പം തന്നെ കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ അതായത് വിഭജനത്തിൻ്റെ പ്രത്യാഘാതം. രണ്ടായിട്ട് മനസ്സിലാക്കി എഴുതണം. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻറ്റു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും 2ആയിട്ട് വിഭജിച്ച കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആ വിഭജന പ്രക്രിയയാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഈ വിഭജന പ്രക്രിയയിൽ നമുക്കറിയാം, ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻറ്റു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയസ് മെജോറിറ്റി. അതായത് മത മേധാവിത്വം അല്ലെങ്കിൽ മതഭൂരിപക്ഷം, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്ന് 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് വിൽ ജോയിൻ പാകിസ്ഥാൻ ആൻഡ് ഹിന്ദു മെജോറിറ്റി ഏരിയാസ് വിൽ റിമെയിൻ ഇൻ ഇന്ത്യ. ഇതായിരുന്നു ആ ഒരു പാർട്ടീഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെ ചേരും, മറ്റ് ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ 4 പ്രതിസന്ധികൾ നേരിട്ടു. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വാസ് നോ സിംഗിൾ ബെൽറ്റ് ഓഫ് മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇല്ലായിരുന്നു. അത് ഇന്ത്യയുടെ ഈ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് വ്യാപിച്ച് കിടക്കുകയായിരുന്നു. അതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഡിഡ് നോട്ട് ലൈക്ക് ടു ജോയിൻ പാകിസ്ഥാൻ എന്നുള്ളതാണ്. മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടെങ്കിലും എല്ലാ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരാനായിട്ട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവരുന്നത്. ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ അതിർത്തി ഗാന്ധി, ഫ്രോണ്ടിയർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാധീനമുള്ള മേഖലകളൊന്നും തന്നെ പാകിസ്ഥാനോട് ചേർക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളും ഉണ്ട്. അതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് ആൻഡ് ബംഗാൾ, ദീസ് ആർ 2 മുസ്ലിം മെജോറിറ്റി പ്രോവിൻസസ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായിരുന്നു ഇവയെങ്കിലും അവിടങ്ങളിലും ഹിന്ദുക്കൾക്ക് മെജോറിറ്റിയുള്ള മറ്റ് പ്രദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ദ പീപ്പിൾ ഡിഡ് നോട്ട് നോ വെദർ ദേ ആർ പാകിസ്ഥാനീസ് ഓർ ഇന്ത്യൻസ്. ഇതായിരുന്നു അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രശ്നം. ഇനി നാലാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിറ്റുവേഷൻ ഓഫ് മൈനോറിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് വെർ വെരി പത്തറ്റിക്.
ഈ മൈനോറിറ്റീസ് വെർ അറ്റാക്ഡ് ഓൺ ബോത്ത് സൈഡ്സ്. അതായത് മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ ഹിന്ദുക്കളും സിഖുകാരും എല്ലാം ആക്രമിക്കപ്പെട്ടു, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ മുസ്ലിംസ് ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെയായിരുന്നു അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ വിഭജന പ്രത്യാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ പറയപ്പെടുന്നത് ഏതാണ്ട് 8 ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 80 ലക്ഷത്തോളം ആൾക്കാർ അഭയാർത്ഥികളായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസിക്വൻസായി പറയപ്പെടുന്നത്. പിന്നീട് തൗസൻഡ്സ് ഓഫ് വിമൻ വെയർ അബ്ഡക്റ്റഡ് ഓർ റേപ്ഡ്. 10,000-കണക്കിന് സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോവുകയോ മാനഭംഗപ്പെടുത്തുകയോ ചെയ്യപ്പെട്ടു. മെനി ചിൽഡ്രൻ വെയർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഫാമിലീസ്. ഒരുപാട് കുട്ടികൾ, 10,000-കണക്കിന് കുട്ടികൾ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി, രക്ഷകർത്താക്കൾ ഇല്ലാതെയായിപ്പോയി. മാത്രമല്ല പിന്നീട് സ്ത്രീകളെ കുടുംബത്തിലുള്ളവർ തന്നെ കൊലപ്പെടുത്താൻ തുടങ്ങി, സ്ത്രീകൾ വലിയ പീഡനങ്ങൾ അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾ രൂപം കൊണ്ടു. അഭയാർത്ഥി ക്യാമ്പുകളിലെല്ലാം നരകതുല്യമായിട്ടുള്ള ജീവിതം ജനങ്ങൾക്ക് നയിക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടീഷൻ ഓഫ് ഹാർട്ട്സ്, അല്ലെങ്കിൽ ഹൃദയങ്ങളുടെ വിഭജനം എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് സാക്രിഫൈസ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അതായത് മഹാത്മാഗാന്ധിയുടെ പരിത്യാഗം എന്ന് പറയും. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് മഹാത്മാഗാന്ധി ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എനി ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അതിൽ സന്തോഷിക്കേണ്ട വ്യക്തിയാണെന്നുണ്ടെങ്കിലും മഹാത്മാഗാന്ധി ഒരു സെലിബ്രേഷനുകളിലും പങ്കെടുത്തില്ല. ഹി വാസ് ട്രാവലിംഗ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് കൽക്കട്ട ടു കൺസോൾ ദ വിക്ടിംസ് ഓഫ് കമ്മ്യൂണൽ റൈറ്റ്സ്. ഈ വർഗീയ ലഹളകളിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കൽക്കട്ടയുടെ തെരുവുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. ഇനി അടുത്തതാണ് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. വലിയൊരു മറ്റൊരു ടോപ്പിക്കാണ് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ദർ വെയർ മോർ ദാൻ 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏതാണ്ട് 565ഓളം നാട്ടുരാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 565ഓളം. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് ചേർക്കുക എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. ആ ടാസ്ക് ഏറ്റെടുത്ത് വിജയിപ്പിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് അറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലാണ്. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് അദ്ദേഹത്തിനെ സഹായിച്ച വ്യക്തിയാണ് മലയാളിയായിട്ടുള്ള VP മേനോൻ, അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ലോർഡ് മൗണ്ട് ബാറ്റൺ എന്നിവർ. അപ്പോൾ ഇവർ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ എന്ന് പറയും, അതായത് ലയന കരാർ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കരാറുകളൊക്കെ തയ്യാറാക്കുകയും എല്ലാ നാട്ടുരാജ്യങ്ങളെയും കൊണ്ട് പല തന്ത്രങ്ങളിലൂടെ ഒപ്പിടിക്കുകയും ഇന്ത്യയിൽ ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും 4 നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടു. ഇന്ത്യയിൽ ചേർക്കുന്നതിന് പല തന്ത്രങ്ങളും ഉപയോഗിക്കേണ്ടി വന്നു. ആ 4 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ നാട്ടുരാജ്യം ജുനഗഡ് എന്ന് പറയുന്ന നാട്ടുരാജ്യമാണ്. ജുനഗഡ് എന്ന് പറയുന്ന നാട്ടുരാജ്യം രാജാവ് നവാബ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ നവാബിന് ഡിസൈഡ് ടു ജോയിൻ പാകിസ്ഥാൻ്റെ കൂടെ ചേരാനായിരുന്നു താല്പര്യം. പക്ഷേ പീപ്പിൾ റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദ നവാബ്. ഈ നവാബിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലബിസൈറ്റ്, അല്ലെങ്കിൽ ഒരു ജനഹിത പരിശോധന അവിടെ നടക്കുകയും അങ്ങനെ ജുനഗഡ് ഇന്ത്യയിൽ ചേരുകയും ചെയ്തു. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏത് പ്രദേശമാണ് പ്ലബിസൈറ്റിലൂടെ ഇന്ത്യയിൽ ചേർന്നത്, അല്ലെങ്കിൽ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യയിൽ ചേർന്നത്? ആ പ്രദേശമാണ് ജുനഗഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രദേശമാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യമാണ്. ഈ ഹൈദരാബാദിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നാട്ടുരാജ്യമാണ്. ലാർജസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതോടൊപ്പം തന്നെ റിച്ചസ്റ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സെൻറ്റർ ഭാഗത്തായിട്ട്, മധ്യഭാഗത്തായിട്ട് കിടക്കുന്ന സ്ഥിതി ചെയ്യുന്ന നാട്ടുരാജ്യം. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് ഹൈദരാബാദിന്. ഹൈദരാബാദിലെ ഭരണാധികാരി നൈസാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ നൈസാമിന് ഒരേ സമയം തന്നെ ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ പീപ്പിൾ റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഹിം ഇൻ ഹൈദരാബാദ് ഓൾസോ. ഹൈദരാബാദിലും ജനപ്രക്ഷോഭം ഉണ്ടാകുന്നു. ദിസ് നവാബ് ട്രൈ ടു സപ്രസ് ദ റിവോൾട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആൻറ്റി മിലിറ്ററി സ്ക്വാഡ് നെയിംഡ് റസാക്കേഴ്സ്. റസാക്കർമാരെന്നറിയപ്പെടുന്ന ഒരു കരുതൽ സൈന്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂലിപ്പട്ടാളം എന്നൊക്കെ പറയുന്ന മെർസനറി എന്ന് പറയും.
കൂലിപ്പട്ടാളം അവരുടെ സഹായത്തോടു കൂടി ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ മിലിറ്ററി എൻറ്റേർഡ് ഹൈദരാബാദ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് മിലിറ്ററി ഹൈദരാബാദ് ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ജോയിൻഡ് ഇന്ത്യ. അങ്ങനെ മിലിറ്ററിയുടെ സഹായത്തോടു കൂടി സൈനിക നടപടിയിലൂടെ ഇന്ത്യയിൽ ചേർന്ന നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യം. അതും മറ്റൊരു ചോദ്യമാണ്. പിന്നീട് വരുന്നതാണ് മണിപ്പൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം. മണിപ്പൂർ എന്ന് പറയുന്നത് മഹാരാജ ബോധചന്ദ്ര സിംഗ് ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. ഹീ സൈൻഡ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. അദ്ദേഹം ഇന്ത്യയുമായിട്ടൊരു ലയന കരാറിൽ ഒപ്പിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ഇലക്ഷൻ നടക്കുകയാണ് ഈ പറയുന്ന മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 1948. അങ്ങനെ ഈ മണിപ്പൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ഇലക്ഷൻ നടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് മണിപ്പൂരാണ്. അതും ഒരു ചോദ്യമാണ്. അവിടെ ഈ ഇലക്ഷൻ നടക്കുന്നു. ആ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്ത്യയുമായിട്ടുള്ള കരാറിനെ എതിർക്കുന്നു. പക്ഷേ ഇന്ത്യ വളരെ ഫോഴ്സ് ഉപയോഗിച്ചത്, സൈന്യത്തെ ഉപയോഗിച്ചല്ല, തന്ത്രപരമായ നീക്കത്തിലൂടെ ഈ പറയുന്ന മഹാരാജാവിൽ നിന്ന് എല്ലാ അധികാരങ്ങളും ഒപ്പിട്ട് വാങ്ങിച്ച് ഇന്ത്യയുടെ കൂടെ മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തിനെ ചേർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മണിപ്പൂർ ഇന്ത്യയിൽ വന്നത്. പിന്നീടാണ് ജമ്മു ആൻഡ് കാശ്മീർ. എപ്പോഴും അന്നത്തെ കാലം മുതൽ ഇന്നും തർക്ക വിഷയമായിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ വിഷയം ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, ഇനി വരുന്ന പല ചാപ്റ്ററുകളിലും നമുക്ക് വിശദമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഒന്ന് വളരെ വിശദമായ രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ വിഷയം. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മുസ്ലിം മെജോറിറ്റി ഏരിയ. പോപ്പുലേഷൻ മുസ്ലിം മെജോറിറ്റി ഉള്ളതായിരുന്നു. പക്ഷേ റൂൾഡ് ബൈ എ ഹിന്ദു റൂളർ നോൺ ആസ് മഹാരാജ ഹരിസിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഒരു നീരസം ഉണ്ടായിരുന്നു. ഈ മുസ്ലിം മെജോറിറ്റി ആയതുകൊണ്ട് തന്നെ, ഏരിയ ആയതുകൊണ്ട് തന്നെ, പാകിസ്ഥാൻ ഡിമാൻഡഡ് ജമ്മു ആൻഡ് കാശ്മീർ ടു ജോയിൻ വിത്ത് ദം. മുസ്ലിം മെജോറിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാനോട് കൂടി ചേരണമെന്ന് പാകിസ്ഥാൻ ലീഡേഴ്സ് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കൂടെ ചേരാൻ താല്പര്യമില്ലായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും അവിടുത്തെ ഒരു നേതാവായിട്ടുള്ള ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ രാജാവിനെ പുറത്താക്കിയിട്ട് അവിടെ ഒരു ജനകീയ ഭരണം കൊണ്ടുവരാനായിട്ട് പോരാട്ടം നടത്തുന്ന ഒരു സമയമായിരുന്നു. ഇവർക്കും പാകിസ്ഥാൻ്റെ കൂടെ ചേരാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ ജമ്മു ആൻഡ് കാശ്മീർ ചേരുകയില്ല എന്ന് മനസ്സിലായപ്പോൾ പാകിസ്ഥാൻ സെൻഡ് ടെററിസ്റ്റ് ടു ജമ്മു ആൻഡ് കാശ്മീർ. പാകിസ്ഥാൻ തീവ്രവാദികളെ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറ്റുകയാണ്. ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ അതിക്രൂരമായ രീതിയിൽ വലിയ ആക്രമങ്ങൾ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ അഴിച്ചുവിട്ടപ്പോഴത്തേക്കും ഈ പറയുന്ന മഹാരാജ ഹരിസിംഗ് സോട്ട് ദ ഹെൽപ്പ് ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടുന്നു. ഇന്ത്യയോടുകൂടി ചേരാമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മിലിറ്ററി എൻറ്റേർഡ് ജമ്മു ആൻഡ് കാശ്മീർ, ഇന്ത്യൻ സൈന്യം ജമ്മു ആൻഡ് കാശ്മീരിൽ ഇറങ്ങുകയും ഈ പറയുന്ന തീവ്രവാദികളെ ഒരു അടിച്ചോടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ വിഷയം ഐക്യരാഷ്ട്ര സഭ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ചർച്ചയ്ക്ക് വരികയും അവർ സീസ് ഫയർ പ്രഖ്യാപിക്കുകയും ഇല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും ഈ തീവ്രവാദികളെ പൂർണ്ണമായിട്ടും പുറത്താക്കാനായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് കഴിയുന്നില്ല. അങ്ങനെ പോർഷൻ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റിൽ റിമെയിൻസ് വിത്ത് പാകിസ്ഥാൻ. ഇപ്പോഴും ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുകയാണ്. ഇതാണ് ജമ്മു ആൻഡ് കാശ്മീർ വിഷയം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയിൽ പ്രധാനമായിട്ട് 2 ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ രൂപീകരണമാണ്. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ രൂപീകരണവും പോറ്റി ശ്രീരാമുലു അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഒക്കെ നമ്മളൊന്ന് വിശദമായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് വരുന്നതാണ് ആ ടോപ്പിക്കിൽ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ചെയർമാനായിരുന്നു ജസ്റ്റിസ് ഫസൽ അലി. മറ്റ് അംഗങ്ങളായിരുന്നു HN കുൻസ്രോ, സർദാർ KM പണിക്കർ എന്നിവർ. അപ്പോൾ ആ കമ്മീഷൻ്റെ കാര്യങ്ങളും കൂടി നമ്മളൊന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീടാണ് ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയുന്ന, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഫോമർലി
സ്റ്റേറ്റ്സ് വെർ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. ഇന്ത്യയിൽ നമ്മൾ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു പണ്ടൊക്കെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേറെയാണ്. ഇന്ന് ഭാഷ മാത്രമല്ല, മറിച്ച് കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. അതായത് സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെലങ്കാന എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അവസാനം 2014 രൂപം കൊണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യം കൂടി വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതോടെ ഒന്നാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. ഇനിയാണ് അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നത്. അതാണ് ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് പറയുന്നത്. അതിലാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം അത് വിശദമായ രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യ മുഖ്യ പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ടൊരു ചോദ്യം വരാറുണ്ട്. അതാണ് ശ്രീ സുകുമാർ സെൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു ചരിത്രം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഫസ്റ്റ് ഇലക്ഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്. വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദ ഡോമിനൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് മേധാവിത്വം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഏറ്റവും സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ 1-2 പോയിൻറ്റ്സ് ഉണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത്, കോൺഗ്രസ് ഹാഡ് ഇൻഹെറിറ്റഡ് ദ ലെഗസി ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്. അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അതാണ് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ദ ഒൺലി പാർട്ടി വിച്ച് ഹാഡ് എ നേഷൻ വൈഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. രാജ്യം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിയായിരുന്നു അന്നത്തെ കാലത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, പോപ്പുലർ ആൻഡ് കരിസ്മാറ്റിക് ലീഡേഴ്സ് ലൈക്ക് ജവഹർലാൽ നെഹ്റു, അവരുടെ ഒരു സാന്നിധ്യമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെയും അതേപോലെ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയും അങ്ങനെയൊക്കെയുള്ള മഹാരഥന്മാരായിട്ടുള്ള നിരവധി നേതാക്കന്മാരുടെ ഒരു സാന്നിധ്യം ഉള്ള പാർട്ടിയായിരുന്നു ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. മാത്രമല്ല അടുത്ത കാരണം എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദി അതർ പാർട്ടീസ് വെർ ഫോംഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. പല പാർട്ടികളും പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ ജന്മം കൊണ്ടത്. അപ്പോൾ 1885 കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത്. അതുമെല്ലാം കോൺഗ്രസിൻ്റെ മേധാവിത്വത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി നേച്ചർ ഓഫ് കോൺഗ്രസ് ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതായത് ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് മേധാവിത്വം ഏത് രീതിയിലായിരുന്നു നിലനിന്നിരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പീരിയോഡിക്കലായിട്ട് ഇലക്ഷൻ നടക്കുന്നു, അതിലെല്ലാം കോൺഗ്രസ്സിനും ജയിക്കാനായിട്ട് കഴിയുന്നു. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇലക്ഷന് മത്സരിക്കാം, പക്ഷേ കോൺഗ്രസ്സാണ് ജയിക്കുന്നത്. മാത്രമല്ല ഇലക്ഷനിൽ യാതൊരു അട്ടിമറിയും ആരും നടത്തുന്നില്ല, കോൺഗ്രസ് ഒന്നും നടത്തുന്നില്ലായിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറുള്ള പാർട്ടിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം. പിന്നെ പ്രസൻസ് ഓഫ് ജവഹർലാൽ നെഹ്റു എക്സെട്ര. അതോടൊപ്പം തന്നെ നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ട പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള പോയിൻറ്റ്സും അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കാവുന്നതാണ്. പിന്നീട് വലുതായിട്ട് ചോദിച്ചിട്ടില്ല എങ്കിലും ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ്, എമർജൻസ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടീസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആരംഭം, അല്ലെങ്കിൽ അവരുടെ ഒരു രീതി, പ്രവർത്തന രീതി, അവരുടെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ പറ്റി നമ്മളതിൻ്റെ അത് ചർച്ച ചെയ്യും. സോഷ്യലിസ്റ്റ് പാർട്ടി, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതോടൊപ്പം തന്നെ ഭാരതീയ ജനസംഘം, അതോടൊപ്പം തന്നെ സ്വതന്ത്ര പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ പറ്റി ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആ പാർട്ടികളെയും അതിലെ നേതാക്കന്മാരുടെ പേര് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചേരുംപടി ചേർക്കാനായ ഒരു രീതിയിലൊക്കെ പറയുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിൽ ഈ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സ്വതന്ത്ര പാർട്ടിയുടെ
ഒരു രീതി എന്തൊക്കെയാണ്, സ്വഭാവം എന്തൊക്കെയാണ് എന്നുള്ളത് അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. അതാണ് പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അതായത് ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവിടെ ഒരു ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു ചോദ്യം വരാറുണ്ട്. ബോംബെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കുറച്ച് വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 1944 അപ്പോൾ ഇവർ ആസൂത്രണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഗവൺമെൻറ് വ്യാവസായിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണം എന്നാവശ്യപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ബോംബെ പ്ലാൻ അല്ലെങ്കിൽ ബോംബെ പദ്ധതി എന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയും ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നീട് അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയും അദ്ദേഹത്തിൻ്റെ പുസ്തകവും വളരെ പ്രാധാന്യത്തോടുകൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് M. വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന വ്യക്തി. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗ്, രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ്. നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. പിന്നീട് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഏറ്റവും പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റ്യനാണ് 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത് ഓരോന്നും ഒന്ന് പറയാം. 1ആം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 to 56 ആണ്. 1951 മുതൽ 56 വരെയാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പോവേർട്ടി അലീവിയേഷൻ ആണ്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ആണ്. പോവേർട്ടി അലീവിയേഷൻ, അഗ്രികൾച്ചർ, അതോടൊപ്പം തന്നെ ഇറിഗേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ലാൻഡ് റിഫോംസ് കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 1ആം പഞ്ചവത്സര പദ്ധതിയുടെ ഇമ്പോർട്ടൻസ് കൊടുത്ത മേഖലകളെന്ന് പറയുന്നത്. അപ്പോൾ പോവേർട്ടി അലിവിയേഷൻ, അഗ്രികൾച്ചർ, ഇറിഗേഷൻ, പിന്നീട് ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണം, ഇത്രയുണ്ട്. ഇനി അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, മലയാളിയാണ് അദ്ദേഹം, ഡോക്ടർ KN രാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് ഈ ഇറിഗേഷനും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇന്ത്യ ആ കാലഘട്ടത്തിൽ ഒരുപാട് വലിയ അണക്കെട്ടുകൾ നിർമ്മിച്ചു. അതിൽ 1-2 പേര് പറയുകയാണ്. ഭക്ര നങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 1ആം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനിയാണ് 2ആം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 1900 അല്ലെങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1956 മുതൽ 61 വരെയാണ്. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ത്വരിത വ്യവസായവൽക്കരണത്തിനാണ് അത് പ്രാധാന്യം കൊടുക്കുന്നത്. PC മഹലാനോബിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഭിലായ്, ദുർഗാപൂർ തുടങ്ങിയ സ്റ്റീൽ പ്ലാന്റുകൾ ഇന്ത്യ ആരംഭിക്കുകയാണ് ഇവിടെ എന്ന് പറയുന്നത്. മാത്രമല്ല ഇലക്ട്രിസിറ്റി, റെയിൽവേ, സ്റ്റീൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ നിരവധി മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ച പദ്ധതിയാണ് 2ാമത്തെ പദ്ധതി എന്ന് പറയുന്നത്. ഇതിന് ഒരു അർബൻ ചായ്വ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നഗര ചായ്വ് ഉണ്ടെന്ന് ഈ പദ്ധതിക്ക് പറയുന്നുണ്ട്. ഇനി പിന്നീട് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളുടെയും ആസൂത്രണത്തിൻ്റെയും എല്ലാം നേട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ റിസൾട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഭാഗം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എക്കോണമിക് ഗ്രോത്തിന് അടിത്തറയിടാനായിട്ട് നമുക്ക് കഴിഞ്ഞു. പിന്നീട് ഹ്യൂജ് ഡാംസ്, ഹെവി ഇൻഡസ്ട്രി, സ്റ്റീൽ, ഓയിൽ റിഫൈനറീസ്,
പിന്നീട് സൈനിക ഉപകരണ ഉൽപ്പാദനം, അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഇന്ത്യക്ക് വികസിക്കാൻ കഴിഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള മേഖലകളിൽ വലിയ വികസനം സാധ്യമായി. ലാൻഡ് റിഫോംസ് സാധ്യമായി. അതായിരുന്നു അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീട് അഗ്രികൾച്ചറിന് നമുക്ക് ഈ ചെറിയ കൃഷിഭൂമികൾ കൂട്ടിച്ചേർത്തിട്ട് വലിയ കൃഷിഭൂമികളാക്കി മാറ്റി കൃഷി നടത്താനായിട്ട് കഴിഞ്ഞു. ഇല്ലെങ്കിൽ കളക്റ്റീവ് ഫാമിങ്ങിന് ഇന്ത്യക്ക് സാധിക്കുന്നു. പിന്നീട് ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭൂ ഉടമകൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ലാതാക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാർഷിക വ്യാവസായിക പുരോഗതി നേടിയെടുക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. വളരെ വിശദമായ രീതിയിൽ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഹരിത വിപ്ലവമുണ്ട്, അതോടൊപ്പം തന്നെ ധവള വിപ്ലവവുമുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ നമ്മുടെ ധവള വിപ്ലവത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്, ഇല്ലെങ്കിൽ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന മലയാളിയാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ പാൽക്കാരൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നീട് അവിടെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡ്, അല്ലെങ്കിൽ ഈ പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വലിയൊരു പുരോഗമന പ്രസ്ഥാനമായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. നീതി ആയോഗ് നേരത്തെ തന്നെ പറഞ്ഞു. പിന്നീട് നമ്മുടെ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വികസനത്തിൻ്റെ കേരള മാതൃക എന്ന് പറയുന്നത്, ആ ഭാഗം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇന്ത്യയിലെ കേരളത്തിലെ ഇൻഡസ്ട്രീസ് വളരെ വീക്കാണ്. മാത്രമല്ല പെർ ക്യാപിറ്റ ഇൻകം, അതായത് പ്രതിശീർഷ വരുമാനം വളരെ കുറവാണ്. എന്നിരുന്നാൽ തന്നെയും മറ്റ് സമ്പന്ന വിദേശ രാഷ്ട്രങ്ങളുമായിട്ട് കിടപിടിക്കത്തക്ക വിധത്തിൽ കേരളം എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ പുരോഗതി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ലിറ്ററസി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോങ് ലൈഫ് എക്സ്പെക്റ്റൻസി, വലിയ ആയുർദൈർഘ്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോ ഇൻഫൻ്റ് ആൻഡ് ഫീമെയിൽ മോർട്ടാലിറ്റി, അതായത് കുറഞ്ഞ ശിശു മരണനിരക്കും സ്ത്രീ മരണനിരക്കും, ലോ ബർത്ത് റേറ്റ്, അതായത് കുറഞ്ഞ മരണനിരക്കും കുറഞ്ഞ ജനനനിരക്കും എല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്ന കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് നാലാമത്തെ ഇന്ത്യൻ എക്സ്റ്റേണൽ റിലേഷൻസ്, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അതിൽ ദേശീയ അന്തർദേശീയ പശ്ചാത്തലം, ഇന്ത്യയുടെ വിദേശനയം രൂപീകരിച്ചപ്പോഴുണ്ടായ ദേശീയ അന്തർദേശീയ പശ്ചാത്തലം, അല്ലെങ്കിൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്നുള്ള ഒരു ഭാഗം വരാറുണ്ട്. അതൊന്ന് നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വരുന്നതാണ്, ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അത് ഒരു 3-4 പോയിൻറ്റ്സ് ഉണ്ട്, അതൊന്ന് പറഞ്ഞേക്കാം. ഓപ്പോസിഷൻ ടു ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം, അപ്പോൾ ഈ കോളനിവൽക്കരണം, പിന്നീട് ഈ മേധാവിത്വ രീതികൾ, അങ്ങനെയുള്ള രീതികളോട് ഇന്ത്യക്ക് എതിർപ്പാണ്. ഹേട്രഡ് ടുവേഡ്സ് റേസിസം, വംശീയത, വർഗീയത, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇന്ത്യക്ക് എതിർപ്പുണ്ട്. ഫോക്കസ് ഓൺ ദ നെസസിറ്റി ഓഫ് ഫോറിൻ എയ്ഡ്, വിദേശ സഹായത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രമാണ്. ഫെയ്ത്ത് ഇൻ ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രമാണ്. പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രമാണ്. നോൺ അലൈൻമെൻറ്റ്, ചേരിചേരാ നയം, അതിന് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചേരിചേരാ നയം എന്ന് പറയുന്നത് അത് ഒരല്പം പ്രാധാന്യത്തോടുകൂടി പഠിച്ച് വെച്ചിരിക്കുക. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിന് നേതൃത്വം നൽകിയ വ്യക്തികളുടെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ യൂഗോസ്ലേവിയയുടെ പ്രസിഡൻ്റായിരുന്ന മാർഷൽ ടിറ്റോ, അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിരുന്ന നാസർ, അതോടൊപ്പം തന്നെ ഇന്തോനേഷ്യയുടെ സുക്കാർണോ, അതോടൊപ്പം തന്നെ ഘാന എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ക്വാമെ എൻക്രൂമ, ഇവരെല്ലാമാണ് ഈ പറയുന്ന പിന്നീട് ചേരിചേരാ പ്രസ്ഥാനം എന്നതിന് നേതൃത്വം കൊടുത്തത്. ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. അവിടെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
എന്നൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. പ്രധാനമായിട്ടും 3 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ ഹാർഡ് ഏൺഡ് ഫ്രീഡം ആൻഡ് സോവറിറ്റി. അതായത് ഇന്ത്യയുടെ നമ്മൾ വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പോൾ ആ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ പരമാധികാരവും എല്ലാം സംരക്ഷിക്കുക. ടു പ്രൊട്ടക്ട് ദ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭൂമിപരമായിട്ടുള്ള ആ ഒരു ഐക്യം സംരക്ഷിക്കുക. ടു പ്രൊമോട്ട് എ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്. പെട്ടെന്നുള്ള ത്വരിതമായ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. പിന്നീട് അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ 1962 ഒരു യുദ്ധം ഉണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതൊന്ന് വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. ചൈനീസ് ഇൻവേഷൻ ഓഫ് 1962, 1962 ചൈന ഇന്ത്യ യുദ്ധം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായിട്ട് 2 യുദ്ധങ്ങളിൽ കൂടുതൽ ഇന്ത്യക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളെ പറ്റി കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. വാർ ആൻഡ് പീസ് വിത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ 1965 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, അതിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ 1971 ഉണ്ടായിട്ടുള്ള ബംഗ്ലാദേശ് യുദ്ധം എന്ന് പറയുന്നത്, പാകിസ്ഥാനുമായിട്ടുണ്ടായ 2ാമത്തെ യുദ്ധമായിരുന്നു ബംഗ്ലാദേശ് യുദ്ധം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് 1999 കാർഗിൽ യുദ്ധം എന്ന് പറയുന്നതുണ്ടായി. അതൊരു പോരാട്ടം, ഒരു സംഘർഷം എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കണക്കാക്കിയിരിക്കുന്നത്. പിന്നീട് ഇന്ത്യയുടെ ന്യൂക്ലിയർ നയം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവ നയം എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം നോട്ട്സിലൊക്കെ നമ്മൾ തന്നിട്ടുള്ളതാണ്. അതെല്ലാം ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഇനി അടുത്തത് 5ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ചലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ദി കോൺഗ്രസ് സിസ്റ്റം എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും എന്നുള്ള ആ ഒരു ചാപ്റ്റർ വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത്. അതിൽ ആ ചാപ്റ്ററിലാണ് ജവഹർലാൽ നെഹ്റുവിൽ നിന്നും ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയിലേക്ക് അധികാരം കൈമാറുന്നതിൻ്റെ ചരിത്രം നമ്മൾ പറയുന്നത്. പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം. അതിനുശേഷം അധികാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ദിരാഗാന്ധി വരുന്നതിൻ്റെ ചരിത്രമാണ്. അപ്പോൾ അധികാരം ലാൽ ബഹദൂർ ശാസ്ത്രിയിൽ നിന്നും ഇന്ദിരാഗാന്ധിയിലേക്ക് കൈമാറ്റം ചെയ്തതിൻ്റെ ചരിത്രമാണ് പിന്നീട് നമ്മൾ ആ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചങ്ങനെ കണ്ടിട്ടില്ല. ഇനി അടുത്തത് 1967 4ാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ചാപ്റ്റർ എന്നൊരു ടോപ്പിക്ക് അതിൻ്റെ അകത്തുണ്ട്. 4ാമത്തെ പൊതു തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് ഏത് പശ്ചാത്തലത്തിലായിരുന്നു ആ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളത്. അതായത് സക്സസീവ് ഫെയിലിയർ ഓഫ് മൺസൂൺ പരാജയപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് പറയുന്നത്. 2ാമത്തേത് വൈഡ് സ്പ്രെഡ് ഡ്രൗട്ട് ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. കനത്ത വരൾച്ച ഇന്ത്യ നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടായി. ഇല്ലെങ്കിൽ കാർഷിക രംഗത്ത് ഉൽപ്പാദനം വളരെ കുറഞ്ഞു. ഡിക്രീസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, വിദേശ കരുതൽ ധനം, അതെല്ലാം വലിയ രീതിയിൽ കുറഞ്ഞു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എക്സ്പോർട്ട്, ഇതെല്ലാം തന്നെ കുറഞ്ഞു. മാത്രമല്ല ഷാർപ്പ് റൈസ് ഇൻ മിലിറ്ററി എക്സ്പെൻഡിച്ചർ, സൈനിക ചെലവ് വളരെയധികം അതിഭീമമായ രീതിയിൽ വർദ്ധിച്ചു. മാത്രമല്ല ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം പ്ലാനിങ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇതാണ് ആസൂത്രണത്തിനായിട്ട് നമ്മൾ കരുതിക്കൂട്ടി വെച്ചിരുന്ന പണം മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വകമാറ്റി ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് റൈസ് അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാവുകയും ജനങ്ങൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് മുമ്പോട്ട് പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ ഇലക്ഷനിൽ വലിയ തിരിച്ചടി നേരിട്ടു. കോൺഗ്രസ് അധികാരത്തിൽ വന്നുവെങ്കിലും വലിയ തിരിച്ചടി നേരിട്ട ഒരു കോൺഗ്രസ് ഫേസ്ഡ് എ സെറ്റ് ബാക്ക് ഡ്യൂറിങ് ദിസ് ഇലക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷനെ പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക് ഇല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂകമ്പം എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയ ചിന്തകർ
വിലയിരുത്തുന്നത്. പിന്നീട് ഈ ഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ന് പറയുന്നത്, SIക്ക് പോലും വരാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത്, സ്പ്ലിറ്റ് ഇൻ ദ കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ പറ്റിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിൽ 1969 കോൺഗ്രസ് പാർട്ടിയിലൊരു പിളർപ്പ് ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗവും, കോൺഗ്രസ്സിലെ വലിയ പ്രമുഖ പ്രബല വിഭാഗമായിട്ടുള്ള സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന വിഭാഗവും തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് 1969 ആയിരുന്നു. 1969 പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പ്. ഇത് രണ്ടുമായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്, വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നീടാണ് 1971 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുന്നത്. 1971 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പുനഃസ്ഥാപനം നടപ്പിലാക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ 1971 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ സംഘടിക്കുന്നു. ദേ ഫോംഡ് ഗ്രാൻഡ് അലയൻസ്, അല്ലെങ്കിൽ മഹാസഖ്യം എന്ന് പറയുന്ന സഖ്യം ഉണ്ടാക്കുകയും ഇന്ദിരാഗാന്ധിക്കെതിരെ പോരാട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഗ്രാൻഡ് അലയൻസിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ദിര ഹടാവോ എന്നുള്ളതായിരുന്നു. അതായത് ഇന്ദിരയെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. നേരെ മറിച്ച് ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗരീബി ഹടാവോ എന്നുള്ളതായിരുന്നു. അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യത്തിന് മേൽക്കൈ ലഭിക്കുകയും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വരികയും ചെയ്തു. അതായിരുന്നു ഈ പറയുന്ന കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട ആ ഒരു ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഈ ചാപ്റ്ററിൽ തന്നെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുടെ പേര് വരുന്നുണ്ട്. അതിൽ കാമരാജ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പിന്നീട് നേരത്തെ പറഞ്ഞ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നതിൻ്റെ നേതാവ് എന്ന് പറയുന്ന വ്യക്തി കാമരാജ്, കുമാരസ്വാമി കാമരാജ്. പിന്നീട് 1-2 മുദ്രാവാക്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യം, ഗരീബി ഹടാവോ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യം, മഹാസഖ്യത്തിൻ്റെ മുദ്രാവാക്യമായിട്ടുള്ള ഇന്ദിര ഹടാവോ എന്ന് പറയുന്നത്, അതെല്ലാം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് കോൺഗ്രസ് പാർട്ടി, റെസ്റ്റോർഡ് കോൺഗ്രസ് പാർട്ടിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതായത് പുനഃസ്ഥാപിക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം വരാൻ ചാൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ ആയിരുന്നു അതിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. വ്യക്തിപൂജ ആരംഭിച്ച ഒരു ഒരു കോൺഗ്രസ് പാർട്ടിയെയാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു അതിൻ്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി ബിക്കെയിം ദ സുപ്രീം ലീഡർ ഓഫ് കോൺഗ്രസ് പാർട്ടി. ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദി പാർട്ടി ബിക്കെയിം വെരി വീക്ക്. ഇങ്ങനെയൊക്കെ ആയെന്നുണ്ടെങ്കിലും വിജയിച്ചെങ്കിലും ഇന്ദിരാഗാന്ധിയൊക്കെ വന്നെങ്കിലും കോൺഗ്രസിൻ്റെ ആ ഒരു സംഘടന കെട്ടുറപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല അതിനു മുൻപ് കോൺഗ്രസിനുള്ളിൽ തന്നെ നിരവധി ഫാക്ഷനുകൾ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഒരുപാട് ചേരികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ചേരികളെല്ലാം കോൺഗ്രസ് ഒഴിവാക്കി. പിന്നീട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് എക്സ്പ്രഷന് ഉള്ള ഒരു പ്രാധാന്യം കോൺഗ്രസ്സിൽ നഷ്ടപ്പെട്ടു. ജനാധിപത്യപരമായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ നഷ്ടപ്പെടാനായിട്ട് ഇടയാക്കി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസ്ഥാപിക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്.